പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ ചാക്കോയുടെ അപ്രതീക്ഷിതമായ തിരോധാനം പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാക്കോയെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ സേവ്യർ പോലീസിൽ കംപ്ലൈന്റ് നൽകുകയും ചാക്കോയെ കണ്ടെത്തിത്തരണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിനായി CCTV ദൃശ്യങ്ങൾ തെളിവായി നൽകുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പോലീസുകാർ വക്കീലിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിലും തനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്ന വക്കീൽ ഇതെല്ലാം തന്നെ കൊടുക്കുന്നതിന് വേണ്ടി സേവ്യർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറയുകയും ചാക്കോ അവിടെ ദുരിതങ്ങൾ മാത്രമാണ് അനുഭവിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. താൻ ഒരു തവണ അവനെ രക്ഷിക്കുന്നതിനായി ചെന്നപ്പോൾ അവർ തന്നെ പരിക്കേൽപ്പിച്ചിരുന്നുവെന്നും അതേ തുടർന്ന് താൻ ഹോസ്പിറ്റലിലായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന വക്കീൽ ചാക്കോയെ കണ്ടെത്തേണ്ടത് ഇപ്പോൾ തന്റെ കൂടി ചുമതലയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ പരിശോധിക്കുന്ന പോലീസുകാർക്ക് ചാക്കോയെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് നിരാശയോടെ അവിടെ നിന്ന് അവർക്ക് മടങ്ങേണ്ടി വരുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലായ കുര്യച്ചൻ ഈ വാർത്ത അറിയാൻ ഇടയായതിനെ തുടർന്ന് എന്താണ് ചാക്കോയ്ക്ക് സംഭവിച്ചത് എന്നറിയാതെ അയാൾ പകച്ചു പോവുകയും ചാക്കോയെ ഉപദ്രവിച്ചതിന് പിന്നിൽ സേവ്യറും സണ്ണിയുമാണ് എന്ന് ആലിസിനോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് യാതൊരു കാര്യവും അറിയില്ല എന്നും CCTV ദൃശ്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ചാക്കോ സ്വയം ഇറങ്ങിപ്പോയതാണ് എന്നുമാണ് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് കുര്യച്ചൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു. എന്നാൽ ഇതേ തുടർന്ന് നീലാംബരിയും രാജലക്ഷ്മിയും കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും ശർമാജിയോട് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അവസരം ഇനി നമ്മൾ മുതലാക്കേണ്ടതാണ് എന്ന് സണ്ണിയോട് പറയുന്ന സേവ്യർ പുതിയ തന്ത്രങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ചാക്കോയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ചു പോകുന്ന ജിനി അന്വേഷണം തുടങ്ങുകയാണ് എങ്കിൽ ഇതെല്ലാം തന്നിലേക്കും അതുവഴി ജിമ്മിയിലേക്കും വരുമെന്നും അതോടെ താനും ജിമ്മിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വീട്ടിലുള്ള എല്ലാവരും അറിയാൻ കാരണമാകുമല്ലോ എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു. ജിനിയുടെയും ജിമ്മിയുടെയും കള്ളത്തരം സേവ്യറിന്റെയും വീട്ടിലുള്ളവരുടെയും മുൻപിലേക്ക് തുറന്നു വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.